ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ട്. അത് ഞാൻ തലേന്ന് വന്ന് ഓർഡർ ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലാതെ രാവിലെ നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈവനിങ്ങിലേക്ക് കൊടുക്കാനുള്ള കേക്കാണ്. ഞാൻ വിചാരിച്ചു ചായയൊക്കെ കുടിച്ചിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൈഡിലായിട്ട് ഞാൻ സ്റ്റാൻഡ് മിക്സറിൽ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴേക്കിന് നമ്മളെ എഗ് ബാറ്റർ സെറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി അതിൻ്റെ കൂടെ ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേക്കിന് ഓരോരോ ഐറ്റംസും നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് വീട് മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ടാവും. രാവിലെ ഫുൾ ക്ലീനിങ് ഒന്നുമല്ല, എല്ലാതും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലും അഭിയും പരത്തിയതും മൊത്തത്തിൽ വീടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും നിൽക്കാനുള്ളൊരു ടൈം ഉണ്ടാവില്ല കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ക്ലീൻ ചെയ്താലും അല്ലുവിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ വീട് മൊത്തം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൊത്തം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേക്ക് ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വൈകിട്ട് കൊടുക്കാനുള്ള കേക്ക് ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എന്താ പറയുക, ഈ ഒരു കേക്കിൻ്റെ മോഡലൊന്നും അവൾ പറഞ്ഞിട്ടില്ല. എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അവളെ മോൾക്ക് അങ്ങനെ വൈറ്റ് ക്രീം മതി, കളർ ആഡ് ചെയ്യണ്ടെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. മോഡൽ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു റിബൺ വെച്ചിട്ടുള്ള ഒരു ട്രെൻഡിങ് കേക്ക് ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കതിൻ്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിലും പിന്നെ ആ കസ്റ്റമർ പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് മോഡൽ ചേഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു മോഡൽ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ കേക്ക് ഞാൻ ഫൈനൽ കോട്ട് ചെയ്യാണ് കേട്ടോ. കേക്ക് 1 kg വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. 6 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. കേക്ക് ഞാൻ 5 ലെയറാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം ടോളായിട്ട് തന്നെയാണ് കേട്ടോ കേക്ക് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു കേക്ക് ഈവനിങ്ങിലേക്ക് അവൾ വീട്ടിലെത്തിച്ചു കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേക്കിൽ നമ്മൾ നോസിൽ യൂസ് ചെയ്തിട്ട് താഴെയും മുകളിലായിട്ട് ഓരോ ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഞാൻ ക്രീം യൂസ് ചെയ്യണില്ല, കാരണം ഇപ്പോൾ തന്നെ അത് അത്യാവശ്യം നല്ലോണം വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ റിബണും പിന്നെ അതിന് മാച്ചായിട്ട് ഞാൻ പിങ്ക് കളറിലാണ് കേട്ടോ മോളുടെ നെയിമും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു കേക്കിന് അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല എന്ന് വിചാരിച്ച് പിങ്ക് കളർ ഞാൻ കുറച്ച് ആഡ് ചെയ്യണ്ടേ. അത് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്കിൽ ഡയറക്റ്റ് ക്രീം വെച്ച് എഴുതുക എന്നുള്ളതാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക്. എനിക്കെന്താണാവോ അപ്പോൾ കൈ വിറക്കും. പിന്നെ എനിക്കത് ഹാൻഡ് റൈറ്റിങ് മോശമായതുകൊണ്ട് അത് ശരിയാവേ ഇല്ല കേട്ടോ. നമ്മൾ ബുക്കിൽ എഴുതുന്ന പോലെയല്ല, ഒന്ന് ഹൈറ്റിലൊക്കെ കൈ പിടിക്കുമ്പോൾ കൈ നല്ലോണം വിറയും. പിന്നെ ഞാൻ ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ടാണ് കേക്കിൽ ചെയ്ത് കൊടുക്കാറുള്ളത്. ക്രീം വെച്ചിട്ടുള്ളത് മാക്സിമം ഞാൻ കസ്റ്റമേഴ്സിനെ കൊണ്ട് ചേഞ്ച് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ക്രീം വെച്ച് ചെയ്തിട്ടുള്ളത് ഒന്നാമത് എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഫോണ്ടൻ്റ് എടുത്ത് കട്ട് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു, കാരണം ഇന്ന് തന്നെ കൊടുക്കാനുള്ള കേക്കാണല്ലോ. ഇതല്ലാതെ നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം കൊടുക്കാനുള്ളത്. പക്ഷേ ഞാൻ ഇത് ഫുള്ള് സെറ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വർക്കിന് നിൽക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഞാൻ ഈ ഒരു കേക്ക് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് ആ ഒരു കേക്ക് എടുത്തത് കേട്ടോ. അന്ന് തന്നെ കൊടുക്കാനുള്ള കേക്കിൻ്റെ ഓർഡേഴ്സ് വരുമ്പോൾ മാക്സിമം ഞാൻ നേരത്തെ ചെയ്യും കേട്ടോ. കാരണം എത്രയും നേരത്തെ ചെയ്താൽ അത്രയും ടൈം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. പെട്ടെന്ന് ചെയ്യുന്ന കേക്ക് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേക്ക് കഴിക്കാനും അത്രയും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളെ വീട്ടിൽ ഫസ്റ്റ് ടൈം വെണ്ടക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണേ. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മറ്റേ ഒരു കേക്ക് ഉണ്ടല്ലോ, ആ ഒരു കേക്ക് സെറ്റ് ചെയ്യാനുള്ളത് അത് വൈകിട്ട് ഒരു 5 മണിക്ക് അവരെ വീട്ടിൽ എത്തിക്കാനുള്ള രൂപത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കറി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള മീനും അതുപോലെ ഉപ്പേരിയൊക്കെ സെറ്റ് ചെയ്യേണ്ട കേട്ടോ. ഈ ഒരു കേക്കും 1 kg വൈറ്റ് ഫോറസ്റ്റ് തന്നെയായിരുന്നു. ഇത് നമ്മളെ ടീച്ചർക്കുള്ള കേക്കാണ് കേട്ടോ. സരിത ടീച്ചർക്ക് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. ടീച്ചർ വെക്കേഷൻ ആയതുകൊണ്ട് ആളിവിടെ ഇല്ല.
അപ്പോൾ കേക്ക് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ളതാണ്, വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് തലേന്ന് രാവിലെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്ക് നമ്മളെ മോഡൽ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മൾ ചെയ്ത വർക്ക് തന്നെ അവർ സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ താഴെ ഒരു ബോർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പെട്ടെന്നൊരു മരണം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാമിലിയിൽ. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ളൊരു തിരക്കും പിന്നെ എന്താ പറയുക, വീട് മൊത്തം ഒന്ന് സെറ്റ് ചെയ്യാനുള്ള തിരക്കൊക്കെ പാടായിട്ട് എല്ലാം ഒന്ന് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് അത് നമ്മൾ നോർമലാക്കിയിട്ട് വേണം എനിക്ക് അവിടെ പോകാൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പക്ഷെ താഴെ ബോർഡറിൻ്റെ കാര്യം എനിക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചു. ഫോട്ടോസ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. പിന്നെ ഞാൻ മൊത്തം കേക്കിൻ്റെ കാര്യങ്ങളും ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച കാര്യപാത്രമൊക്കെ കഴുകി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്ന് പോകാനുള്ള ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴാണ് ടീച്ചർ മെസ്സേജ് അയച്ചത്, കേക്ക് ഒന്ന് താഴെയുള്ള ബോർഡർ ഒന്ന് കൊടുക്കുമോ, അത് ഫുൾ പ്ലെയിൻ ആയില്ലേ, അത്രയും സിമ്പിളാവണ്ട, ഒന്നും കൂടി ഒന്ന് ലുക്കാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ഫുൾ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ഞാൻ രണ്ടാമതും കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, ഒന്നാമത് നമുക്ക് അവിടെ പോകാനുള്ളതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ശ്രദ്ധ മാറിപ്പോയത്. വൈകിട്ടാകുമ്പോഴേക്കിന് നമുക്ക് അവിടെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ മരണ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, ഒരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ വിളിച്ച് പറഞ്ഞതിന് ശേഷം. പിന്നെ നമ്മൾ കസ്റ്റമേഴ്സ് നമുക്ക് പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫോൾട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ ശ്രദ്ധ വിട്ടുപോയതാണേ. അപ്പോൾ ഞാൻ താഴെ ആ ഒരു പൂവിന് മാച്ചായിട്ടുള്ള റെഡ് ക്രീം യൂസ് ചെയ്തിട്ട് താഴെ ഒരു ബോർഡർ പോലെ കൊടുക്കണ്ടേ. അപ്പോൾ അത് സെറ്റ് ചെയ്യുമ്പോഴേക്കിന് നമുക്ക് ഓട്ടോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓട്ടോ വരുന്ന ടൈമിലേക്കാണ് ടീച്ചർ ആ മെസ്സേജ് അയച്ചത്. പിന്നെ ഒന്നും നോക്കില്ല, ഞാൻ അവരുടെ അടുത്തൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞ പോലെ ആ ഒരു കേക്കിനേക്കാളും ഭംഗി ഇപ്പോൾ ആ ഒരു ബോർഡർ കൊടുത്തപ്പോഴാണ് കേട്ടോ. പിന്നെ ആ കേക്ക് കൊടുത്തയച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ടാ. പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ അത്യാവശ്യം ലേറ്റായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള വർക്ക് ബട്ടർ സ്കോച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വർക്കൊക്കെ ആയിട്ട് അടുത്ത ദിവസം വീഡിയോ ചെയ്യാം കേട്ടോ.